UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ഒരാൾ ടിക്കറ്റ് എടുക്കണ്ട, ബസ്സിൽ കയറുക, ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തിരിച്ചു വരിക. രാഹുൽ, ഈ വീഡിയോ കണ്ടായിരുന്നോ? വേണുഗോപാലും പിഷാരടിയും പാലക്കാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്ത് അവരോടൊക്കെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ അവരുടെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ അതില് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ 5 ഇന പദ്ധതികളുണ്ട്. അതെന്താണെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇന്നിപ്പോ ബസ്സിലൊക്കെ കയറി വളരെ സന്തോഷത്തോടെ പ്രകടന പത്രിക കൈമാറി. ശരിക്കും ഇത് പിന്നെ ഇടതുപക്ഷ യൂണിയനുകൾ പറയുന്നത് ഒരു നഷ്ടത്തിലേക്ക് പോകും, ട്രാൻസ്പോർട്ടിന് ഇത് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ്. അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ള ഒരു 5 ഇന പട്ടിക രാഹുൽ ഗാന്ധി വന്നപ്പോൾ പ്രസംഗിക്കുന്ന വേളയിൽ പറഞ്ഞതാണ്. അതില് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ വരെ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. ഈ 5 ഇന ഇന്ദിരാ ഗ്യാരണ്ടിയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ KC വേണുഗോപാലും നമ്മുടെ രമേശ് പിഷാരടിയും ഇവരെല്ലാം കൂടെ ബസ്സിനകത്തേക്ക് കയറിയിട്ട് ഇവർ ഈ പ്രകടന പത്രിക കൊടുത്തതിന് ശേഷം ആൾക്കാരോട് സംവദിക്കുന്നതാണ്. എന്തിനാണ് KSRTC ബസ്സിൽ കയറുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷമാണെങ്കിൽ പോലും കൂടുതൽ ആക്ഷേപിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ KSRTC വൻ നഷ്ടത്തിലാണ് എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷം പറയുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും വലിയൊരു ചിന്ത തന്നെ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട്. എന്തിന് കോൺഗ്രസ് ഇങ്ങനെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടത്തിലേക്ക് പോകില്ലേ എന്നുള്ളൊരു തോന്നൽ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് കൃത്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് അവർ പഠനം ചെയ്ത് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ്. അതായത് കർണാടകയിലാണെങ്കിലും തെലുങ്കാനയിലാണെങ്കിലും കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് വരുന്ന ഒരു പദ്ധതിയാണ്. തമിഴ്നാട്ടിലും സ്റ്റാലിൻ ചെയ്തിരിക്കുകയാണല്ലോ. അതെ, സ്വാഭാവികമായിട്ട് ഇത് എല്ലാ സംസ്ഥാനങ്ങളും നടന്നു വരുന്നുണ്ട്. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഈ ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കാൻ വേണ്ടി തുടങ്ങും. അത് കുറച്ചുകൂടെ ജനകീയമായിട്ട് മാറുന്നൊരു സാഹചര്യം. വരുമാനം വേറൊരു തരത്തിൽ കൂടും, സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും കയറുമല്ലോ. ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ട്രാൻസ്പോർട്ടിന്റെ വരുമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബസ്സിൽ പോകുന്ന ടിക്കറ്റിന്റെ വരുമാനം മാത്രമല്ലല്ലോ. അതുകൂടാതെ തന്നെ KSRTC ഡിപ്പോയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കടകളാണെങ്കിലും യാത്രകൾ കൂടുതൽ ബസ്സുകൾ അനുവദിക്കുക. അതിനപ്പുറത്തേക്ക് KSRTC എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമൊന്നും അല്ലല്ലോ. അതായത് കുത്തിപ്പിടിച്ച് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ രക്ഷപ്പെടേണ്ടതും അത് നിലനിൽക്കേണ്ടതും നമ്മുടെ ആവശ്യകത തന്നെയാണ്. പക്ഷെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ മുഴുവനായിട്ടും ജനങ്ങൾ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ലേ? അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കേരളത്തിന്റെ പല ഭാഗത്തേക്കും ഇന്ന് KSRTC ബസ്സുകളില്ല. പല ബസ്സുകളും നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ്? യാത്രക്കാരില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ പണം കിട്ടാത്തോണ്ടല്ല. യാത്രക്കാരില്ലാതെ ബസ് ഒരാൾക്കും 2 ആൾക്കും വേണ്ടിയിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും KSRTCയിലേക്ക് കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റുകൾ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികൾ മുന്നോട്ട് പോകാൻ കഴിയും. അത് മാത്രമല്ല രാഹുൽ, ഇത് ട്രാൻസ്പോർട്ട് ബസ്സിൽ തന്നെയാണ് ആൾക്കാരുടെ തന്നെ പറയുന്നത്, പ്രൈവറ്റ് ബസ്സിൽ കയറിയല്ല പറയാം. അതെ, സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോ നമ്മുടെ എന്താണെങ്കിലും KSRTC കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങും. KSRTCക്ക് വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ തുടങ്ങും. കൂടുതൽ KSRTC കുറച്ചുകൂടെ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. പൊതുമേഖലാ സ്ഥാപനമാവുമ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരും കൂടെ ഇടപെടേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സർക്കാർ ഒന്നിലും ഇടപെടത്തില്ല. നിങ്ങളുടെ കടം നിങ്ങളുടെ സ്വന്തം, നിങ്ങൾ വേണമെങ്കിൽ ഈ കടം തീർത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളാം. കോർപ്പറേഷന്റെ കടം കോർപ്പറേഷൻ തന്നെ തീർക്കണം. ശരിയാണ്. അതെ, സ്വാഭാവികമായിട്ട് അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരും കൂടെ ഇടപെട്ട് അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നടപ്പിലാകും. അതിപ്പോ നമുക്കറിയാം, ഇപ്പോൾ KC വേണുഗോപാൽ MP ഒക്കെ സാധാരണപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അതിന്റെ പ്രചരണം ഏറ്റെടുത്തിട്ടുള്ളത് സാധാരണ പ്രവർത്തകർ മാത്രമല്ല, ദേശീയ തലത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എല്ലാവരും. അപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പദ്ധതിയേക്കാൾ കൂടുതലായിട്ടും കോൺഗ്രസ് ഇപ്പോ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടു കാണിക്കുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസ് ആണെങ്കിലും ഇങ്ങനെ നിരവധി കേരളത്തിലെ എല്ലാ ആളുകളും KSRTC ബസ്സിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ
പുതിയ പദ്ധതിയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ഇത്. ഞങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടത്തി വിജയകരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KC വേണുഗോപാൽ MP ആണെങ്കിലും ജനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞോ, സന്തോഷമായില്ലേ? അതിനപ്പുറത്തേക്ക് ഒരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ KC വേണുഗോപാൽ MP തന്നെയാണ് പറയുന്നത്, ഒരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവർ ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കത് ഇഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഒരു മാറ്റം, ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ, ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് തെളിഞ്ഞു നിൽപ്പുണ്ട്. അത് നമ്മുടെ മുഖ്യമന്ത്രിക്കും അറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനും കൃത്യമായിട്ട് അറിയാം. കണ്ണൂരൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധതയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ് കണ്ണൂര് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നത്. അല്ല, ഇന്നിപ്പോ നമ്മള് മറ്റൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമതൊരു ടേം കൂടെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോ IAS ഉദ്യോഗസ്ഥരെ ഈ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന, പറയുന്നത് ചെയ്താൽ മതി, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് ഒരു IAS ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തേണ്ടി വന്നു. B അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനെ. അപ്പൊ അങ്ങനെയുള്ളൊരു മാടമ്പി പോയി കഴിഞ്ഞു, ആ മാടമ്പി യുഗം അവസാനിക്കുന്നു. അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബാക്കി പദ്ധതികൾ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ. എന്താണെങ്കിലും ഇത് തയ്യാറാക്കിയവരെ കൃത്യമായിട്ട് സമ്മതിക്കണം. കാരണം എല്ലാം നല്ല പദ്ധതികളാണ്. അപ്പോ ജനങ്ങളെ മുന്നിലേക്ക് പ്രവൃത്തി ചെയ്തതല്ല, കഴിഞ്ഞ എത്രയെങ്കിലും വർഷത്തെ നീണ്ട പഠനത്തിന് ശേഷമാണ് ചെയ്തേക്കുന്നത്. അതെ. അല്ല, ഈ പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ടാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇത് ദേശീയ തലത്തിൽ തന്നെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവരുന്ന പദ്ധതികളാണ്. ഇപ്പോ റബ്ബറിന് തന്നെ 300 രൂപ അടിസ്ഥാന വിലയായിട്ട് കൊണ്ടുവരുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും കേരളത്തെ പറ്റി പഠിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയതിനു ശേഷം ഉണ്ടാക്കിയൊരു പദ്ധതിയാണ്. എനിക്ക് അതിനപ്പുറത്തേക്ക് ഇത് ഇപ്പോ ദേശീയ തലത്തിലാണെങ്കിൽ പോലും കേരളവുമായി ബന്ധപ്പെട്ട് നിന്ന് ചർച്ച ചെയ്ത് കൃത്യമായിട്ട് ഈ പദ്ധതി കൊണ്ടുവന്ന ആളുകളെ അഭിനന്ദിക്കണം. ഇതിൽ VD സതീശൻ എന്ന് പറഞ്ഞൊരു നല്ല സാമ്പത്തിക ആസൂത്രണ വിദഗ്ധനാണ്. അദ്ദേഹത്തിന് ഒരു വേള കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ധനകാര്യമന്ത്രി ആകും എന്ന് വരെ എല്ലാവരും പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. അല്ല, എന്താണെങ്കിലും ഈ പദ്ധതികളെല്ലാം കൃത്യമായിട്ട് പഠിച്ച് കേരളത്തെ പറ്റി കൃത്യമായിട്ടൊരു ബോധ്യമുള്ള ആളുകൾ തയ്യാറാക്കിയതാണ്, വെറുതെ തയ്യാറാക്കിയ ഒരു പദ്ധതിയല്ല. ഈ പദ്ധതിയിലെ ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം ക്ഷേമ പ്രവർത്തനങ്ങളാണ് UDF പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൂച്ച പെറ്റു കിടക്കുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ഈ ഖജനാവ് വെച്ച് എങ്ങനെയാണ് ഈ പദ്ധതികൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷം ചോദിക്കുന്നത്. അപ്പൊ അവര് തന്നെ സമ്മതിച്ചു. അല്ല, അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അവർ ഈ ബഡ്ജറ്റ് കാണുന്നില്ലേ അവർക്കുള്ളൂ. അല്ല, അവര് തന്നെ സമ്മതിച്ചു ഇവിടുത്തെ പൂച്ച പെറ്റ് കിടക്കുന്ന ധനസ്ഥിതിയാണെന്ന്. അത്ര മോശമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് വ്യക്തമായിട്ട് പ്ലാനോടെയാണ് UDF മുന്നേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോ KC വേണുഗോപാൽ MP ഒക്കെ ആണെങ്കിലും ഇറങ്ങി നിന്ന് പ്രചരണം നടത്തണമെങ്കിൽ ഇപ്പോ അവരെല്ലാം കൂടിയാണല്ലോ ഈ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയത്. ഇതെല്ലാം ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇത് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള തന്നെയാണ്. അതിനുവേണ്ടി തന്നെ ഇത്രയൊക്കെ ചെയ്തതല്ലേ, വോട്ട് കിട്ടാൻ വേണ്ടി എല്ലായിടത്തും ഇറങ്ങി സംസാരിക്കുന്ന ഒരു സാധനം തീർച്ചയായിട്ടും അവർ ചെയ്യുക തന്നെ ചെയ്യും. പ്രകടന പത്രികയിൽ ഇത് പറയുമ്പോൾ ഈ പറയുന്ന സ്ത്രീകളുടെ വോട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. അതെ, സ്ത്രീകളുടെ വോട്ട് മാത്രമല്ല, വോട്ടിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇപ്പോൾ KSRTC-യിലേക്കാണെങ്കിലും സാധാരണ ജനങ്ങൾ വരിക, അവരുടെ യാത്ര. ഇപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഇന്ന് കാറുകളുള്ള കാലഘട്ടമാണ്, കാറിൽ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളെ KSRTC-യിലേക്ക് ആകർഷിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ. അതുപോലെ ഈ 5 പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ആശാ വർക്കർമാരുടെ കുറഞ്ഞ ദിവസവേതനം 700 രൂപ. ഇവിടെ എത്ര കൊടുത്തോണ്ടിരിക്കണേ? ഇപ്പൊ ഒരു 50 രൂപ എങ്ങാണ്ടാണ് ഇവർ കൂട്ടി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ആ സമരത്തെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത മുഖ്യമന്ത്രിയാണ്. അല്ല, സ്വാഭാവികമായിട്ടും UDF പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും എല്ലാ ജനവിഭാഗങ്ങൾക്കും, അത് ഒരാൾക്ക് മാത്രമല്ലോ. അല്ല, ഞാൻ ആശാ വർക്കർമാരെ ആ സമരം കിടന്ന രംഗം ഞാൻ അല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും കൃത്യമായിട്ട് പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പോ ബസ്സിലേക്ക് വരുമ്പോ ഒരു ബസ്സില് കണ്ടക്ടർക്ക് പോലും അപ്പോ ഈ ബസ് ഓടിക്കുന്ന അല്ലെങ്കിൽ KSRTC ജീവനക്കാർക്ക് പോലും ഇത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്ന മറ്റൊരു പദ്ധതി ഉണ്ടാകത്തില്ല. എനിക്ക് കോൺഗ്രസ് ഏറ്റവും കൂടുതലും ആളുകളുടെ ഇടയിലേക്ക് ഇപ്പൊ പ്രചരിപ്പിക്കുന്നതും
KSRTC-ലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തന്നെയാണ്. അപ്പോൾ ഈ ബസ് യാത്രയുടെ ഇടയിൽ തന്നെ നമ്മുടെ KC ഓണർ MP പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അദ്ദേഹം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷമാണ്, ഭരണപക്ഷമാണെങ്കിൽ പോലും പിണറായി വിജയൻ ആണെങ്കിലും CPM ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുമ്പോൾ ഇത് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. തെലങ്കാനയിലും കർണാടകയിലും കൃത്യമായിട്ട് നടത്തി വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതായത് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ടിക്കറ്റിന്റെ ആനുപാതികമായിട്ടുള്ള സബ്സിഡി KSRTC-ക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ. അതെ, സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതലും അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ഇക്വലൻസ് ഉണ്ട്. അതായത് ഇപ്പോ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കാണെങ്കിലും പുറത്തേക്ക് പോകണമെങ്കിൽ എല്ലാവരെയും ആശ്രയിച്ച് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്ന സ്ത്രീ സമൂഹമുണ്ട്. അപ്പോൾ അവരെയും കൂടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം ജോലിയിലാണെങ്കിൽ പോലും ഇക്വാലിറ്റി വേണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള യാത്രാക്ലേശങ്ങളാണ്. അപ്പോൾ ഈ യാത്രാക്ലേശങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടും ആ രാഷ്ട്രീയ സമവാക്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും വലിയ രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും ഇതിൽ നിന്ന് UDF പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് KC വേണുഗോപാൽ അവിടെ അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകാൻ നിൽക്കുന്ന സ്ത്രീകൾക്ക് ആരെയും ആശ്രയിക്കേണ്ട, സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കണ്ടെത്തി. കാരണം കൂടുതലും ഇത്തരത്തിലുള്ള ബസ്സുകളെ ആശ്രയിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മറു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ പോലെ അത് ഈ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് എന്താണ് അതിന്റെ തിരിച്ച് KSRTC-ക്ക് ചെയ്യാൻ പോകുന്ന കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. അതെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് UDF ഉദ്ദേശിക്കുന്നത് സൗജന്യമായിട്ടൊരു യാത്ര മാത്രമല്ല, അതിലൂടെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു എംപവർമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് UDF ഇതിനെ അവതരിപ്പിക്കുന്നത്. കാരണം സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചാടി വീഴും. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാമൂഹ്യപരമായിട്ടാണെങ്കിലും ഒരു ഉയർന്ന രീതിയിലേക്ക് ഇവിടുത്തെ സ്ത്രീജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു പദ്ധതിയാണിത്.